നമസ്കാരം. പ്രളയക്കെടുതിയിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശനെതിരെ വലിയ വിമർശനങ്ങൾ ഉയരുകയാണ്. ഇതിനിടയിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട്. ഞാൻ ആദ്യം അതൊന്ന് വായിക്കാം. കേരളം വീണ്ടും പ്രളയക്കെടുതിയെ നേരിടുകയാണ്. സംസ്ഥാനത്താകെ 209 ക്യാമ്പുകളിലായി 5792 അന്തേവാസികൾ ഉണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. 8 പേർ മരണപ്പെടുകയും 8 പേരെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട് എന്നത് വേദനാജനകമാണ്. കാണാതായവരെ കണ്ടെത്തുന്നതിനായി തിരച്ചിൽ ഊർജിതമാക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടുന്നു. മരണപ്പെട്ടവരുടെയും കാണാതായവരുടെയും ഉറ്റവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. ദുരന്ത നിവാരണത്തിലെ അനാസ്ഥയും ഏകോപനക്കുറവും മൂലം ജനങ്ങളുടെ ദുരിതം വർദ്ധിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാനാവില്ല. റാന്നിയിൽ കൃത്യമായ മുന്നറിയിപ്പില്ലാതെ ഡാം തുറന്നുവിട്ടെന്ന ഗുരുതരമായ ആരോപണമാണ് ഉയരുന്നത്. വ്യാപാരികൾക്ക് കടയിലെ സാധനങ്ങൾ സുരക്ഷിതമാക്കാൻ പോലും സമയം ലഭിച്ചില്ല. അതിന്റെ പേരിൽ അവർ തെരുവിലിറങ്ങി പ്രതിഷേധിക്കേണ്ടി വന്നിരിക്കുന്നു. ദുരിതാശ്വാസ ക്യാമ്പുകളിലെ അനാസ്ഥയും ആശങ്കപ്പെടുത്തുന്നതാണ്. ഭക്ഷണ വിതരണത്തിൽ വീഴ്ചയുണ്ടായെന്ന് സർക്കാർ സംവിധാനങ്ങൾ തന്നെ സമ്മതിച്ചിരിക്കുന്നു. ഉദ്യോഗസ്ഥരുടെ ഏകോപനക്കുറവ് കാരണം സന്നദ്ധ പ്രവർത്തകരും നാട്ടുകാരും രാഷ്ട്രീയ പ്രവർത്തകരും ചേർന്നാണ് ഭക്ഷണം തയ്യാറാക്കി വിതരണം ചെയ്യേണ്ടി വന്നത്. സംസ്ഥാനത്തിലുടനീളം നൂറുകണക്കിന് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ആയിരക്കണക്കിന് മനുഷ്യരാണ് കഴിയുന്നത്. ഈ സാഹചര്യത്തിൽ ഭരണ സംവിധാനം കൂടുതൽ ജാഗ്രതയോടെയും കാര്യക്ഷമതയോടെയും പ്രവർത്തിക്കേണ്ടതാണ്. ദുരന്ത ബാധിതർക്ക് ഭക്ഷണം, കുടിവെള്ളം, മരുന്ന്, സുരക്ഷിത താമസം, നഷ്ടപരിഹാരം എന്നിവ കൃത്യമായി ഉറപ്പാക്കണം. അതോടൊപ്പം ഉണ്ടായ വീഴ്ചകൾ പരിശോധിച്ച് ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികളും സർക്കാർ സ്വീകരിക്കണം. ഈ പ്രതിസന്ധിയെ അതിജീവിക്കാൻ സർക്കാർ സംവിധാനങ്ങളും തദ്ദേശ സ്ഥാപനങ്ങളും സന്നദ്ധ പ്രവർത്തകരും പൊതുസമൂഹവും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നുവെന്നാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞിട്ടുള്ളത്. എന്ത് കരുതലാണല്ലേ ഈ മനുഷ്യന്. മുഖ്യമന്ത്രി വി.ഡി. സതീശനാകട്ടെ ഈ പ്രളയക്കെടുതിയിൽ ഇത്തരത്തിൽ ശക്തമായിട്ടുള്ള ഒരു പ്രതികരണങ്ങളൊന്നും നടത്തി നമ്മൾ കാണുന്നേയില്ല. മൂപ്പർക്ക് നല്ല തിരക്കാണെന്ന്. ഇന്ന് രാവിലെ ഒരു സ്വർണ്ണക്കടയുടെ ഉദ്ഘാടനം ഉണ്ടായിരുന്നു, നമ്മളെല്ലാവരും കണ്ടു കാണുമല്ലേ. എന്തായാലും വാർത്താ സമ്മേളനങ്ങളുമായി നമ്മുടെ ഈ പ്രളയക്കെടുതിയുമായി ബന്ധപ്പെട്ട് ഇൻഫർമേഷൻസ് പങ്കുവെക്കാൻ മുഖ്യമന്ത്രിയെ കാണുന്നില്ലെങ്കിലും നീലക്കുയിൽ പോലുള്ള യെല്ലോ ഓൺലൈനുകളിലൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഈ ഉദ്ഘാടനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ അങ്ങനെയൊക്കെ എന്തായാലും കാണാൻ കിട്ടുന്നുണ്ട്. എന്താണ് ഇവിടെ നടക്കുന്നത്? ഈ പ്രളയം അത് ഒരു മനുഷ്യനിർമ്മിത ഒരു പ്രളയക്കെടുതിയാണെന്ന് ആർക്കാണ് അറിയാത്തത്? സർക്കാരിന്റെ അനാസ്ഥ മൂലം സംഭവിച്ചിട്ടുള്ളതാണെന്ന് ആർക്കാണ് അറിയാത്തത്? ഈ ഘട്ടത്തിൽ ജനങ്ങൾക്കൊപ്പം നിൽക്കേണ്ട സർക്കാർ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നുണ്ടോ? അങ്ങനെ ഒരു തോന്നലെങ്കിലും ജനിപ്പിക്കാൻ കഴിയുന്നുണ്ടോ? ഇല്ല. സത്യത്തിൽ എന്താണ് മുഖ്യമന്ത്രി ചെയ്യേണ്ടിയിരുന്നത്? മുഖ്യമന്ത്രി എന്ന് പറയുന്ന വി.ഡി. സതീശൻ ഈ പ്രളയക്കെടുതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിന്റെയൊക്കെ മേൽനോട്ട ചുമതല വഹിക്കേണ്ട വ്യക്തിയല്ലേ? അദ്ദേഹം കുറച്ചുകൂടി കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുകയും ഒപ്പം പിണറായി വിജയനൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് പോലെ വൈകുന്നേരങ്ങളിൽ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തിക്കൊണ്ട് ജനങ്ങളുമായി ഇതൊക്കെ പാസ് ചെയ്യുകയും ഒക്കെയാണ് വേണ്ടിയിരുന്നത്. എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം, ഏതൊക്കെ രീതിയിലുള്ള സിറ്റുവേഷനാണ് നിലവിലുള്ളത്, ഏതൊക്കെ രീതിയിൽ വേണം നമ്മൾ ഇതിനെ അതിജീവിക്കാൻ, ഇത്തരം കാര്യങ്ങളൊക്കെ വിശദീകരിക്കുകയാണ് ചെയ്യേണ്ടിയിരുന്നത്. എന്നാൽ അത് വി.ഡി. സതീശന് ചെയ്യാൻ കഴിയാതെ പോകുന്നത് ഏറെ ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. നോക്കൂ, ഇന്ന് തന്നെ നമ്മൾ എന്താണ് മാധ്യമങ്ങളിൽ കാണുന്നത്? വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്ന ഒരു മുഖ്യമന്ത്രിയല്ലേ നമ്മൾ കാണുന്നത്. പ്രളയക്കെടുതി സംഭവിക്കുമ്പോൾ ഹെലികോപ്റ്ററിൽ അമ്മായപ്പനെ കാണാൻ പോകുന്നു. അതുപോലെ തന്നെ എന്താണ് കാണുന്നത്? യൂത്ത് ലീഗ് നേതാവിന്റെ വീട്ടിൽ പോയി സൽക്കാർ ചടങ്ങിലൊക്കെ പങ്കെടുത്ത് പുട്ടടിച്ചുകൊണ്ട് അതിന്റെ ഫോട്ടോ പുറത്തുവിടുന്നു. അതുപോലെ തന്നെ ഇന്ന് എന്താണ് കാണുന്നത്? ഇന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ ഏറെ ഞെട്ടിപ്പിച്ചൊരു സംഭവം ഉണ്ടായത് ഈ പ്രളയക്കെടുതി നടക്കുമ്പോഴും മൂപ്പർ ഒരു സ്വർണ്ണക്കടയുടെ ഉദ്ഘാടനത്തിൽ പോയി നിൽക്കുകയാണ്. ഒരു മുഖ്യമന്ത്രി എന്താണ് ചെയ്യേണ്ടത്? ഇത്തരം ഘട്ടങ്ങളിലൊക്കെ ഇതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഈ സംസ്ഥാനത്തിനൊപ്പം നിൽക്കുക എന്ന സമീപനമല്ലേ സ്വീകരിക്കേണ്ടത്? ആ പരിപാടിക്ക് എനിക്ക് വരാൻ പറ്റില്ലെന്നങ്ങ് പറയണമെന്നേ. എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറയാൻ പറ്റാതെ പോകുന്നത് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പ്രതിപക്ഷ നേതാവ് കാണിക്കുന്ന ജാഗ്രതയും കരുതലും പോലും ഒരു മുഖ്യമന്ത്രിക്ക് എന്തുകൊണ്ടാണ് ഈ സംസ്ഥാനത്തിനോട് കാണിക്കാൻ കഴിയാതെ പോകുന്നത്? 102 സീറ്റോട് കൂടി ജയിപ്പിച്ച് വിട്ടതാണ് കേട്ടോ ഇവർ. അങ്ങനെയാണ് ഇവരെ അധികാരത്തിൽ കൊണ്ടുവന്നത്. വിസ്മയിപ്പിക്കുമെന്ന് പറഞ്ഞ് ജനങ്ങളെ കരയിപ്പിക്കുകയാണ്. വിസ്മയങ്ങളൊക്കെ കാണുന്നുണ്ട്, ഇത്തരത്തിലുള്ള വിസ്മയങ്ങൾ. നിലപാട് ഇങ്ങനെ മാറി മറഞ്ഞു വരുന്ന വിസ്മയങ്ങളൊക്കെ ജനങ്ങൾ കണ്ടു. ഒരു കാര്യപ്രാപ്തിയും ഇല്ലാത്ത ചില ഇടപെടലുകൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നതൊക്കെ കണ്ടു. സത്യത്തിൽ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ആകണ്ട വി.ഡി. സതീശൻ എന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡൊക്കെ തുടക്ക സമയത്ത് തീരുമാനമെടുത്തതെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. എന്താണെന്ന് നന്നായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു മന്ത്രി പോലും ആകാത്ത ഒരാൾ ഒരിക്കലും ഒരു മുഖ്യമന്ത്രി ആകരുത് എന്നുള്ള സന്ദേശം എന്തായാലും വി.ഡി. സതീശനിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒരു നല്ല മുഖ്യമന്ത്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിണറായി വിജയനെ പോലെയൊക്കെ ആയിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. രാഷ്ട്രീയം പോലും നോക്കാതെ ദുരന്ത സമയത്ത് എല്ലാത്തിനെയും അതിജീവിക്കാൻ
നല്ല രീതിയിൽ തന്നെ നല്ല ഭംഗിയായി തന്നെ എല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് ജനങ്ങൾക്കൊപ്പം നിന്ന ഒരു ചരിത്രം അത് പിണറായി വിജയനുണ്ട്. അദ്ദേഹത്തിന്റെ നെഞ്ചിൽ കൈവച്ചു പറയാം, ഈ നാടിനെ സംബന്ധിച്ച എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഞാൻ നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നുവെന്ന്. ഇപ്പോഴും നമ്മൾ അത് തന്നെയല്ലേ കാണുന്നത്? സത്യത്തിൽ വി.ഡി. സതീശന് അതെങ്കിലും ഒന്ന് മാതൃകയാക്കിക്കൂടെ? ഞാൻ അതാണ് ചോദിക്കുന്നത്. മാത്രമല്ല, ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇരുന്ന് ന്യായീകരിച്ചു മെഴുകുന്ന യൂത്ത് കോൺഗ്രസ്സുകാരോടും ലീഗന്മാരോടും ഒക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളും ഈ ഒരു ദുരന്ത ബാധിതരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി രംഗത്തേക്ക് ഇറങ്ങ്. ഇങ്ങനെ ന്യായീകരിക്കാനിരുന്നാൽ ന്യായീകരിക്കാൻ മാത്രം നിങ്ങൾക്ക് സമയം ഉണ്ടാവുള്ളൂ. സത്യത്തിൽ സങ്കടം തോന്നി പോകുന്നുണ്ട് നിങ്ങളുടെ ന്യായീകരണം കണ്ടിട്ട്. നിങ്ങളുടെ ഗതികേട് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഈ ന്യായീകരിച്ച് നിങ്ങൾ ആപ്പിലാക്കുന്നത് നിങ്ങളെ തന്നെയാണെന്നുള്ള വസ്തുതയെങ്കിലും ഇനിയെങ്കിലും നിങ്ങളത് മനസ്സിലാക്കണമെന്ന് പറഞ്ഞു വെക്കുകയാണ്. ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് ജനങ്ങൾ ഓടുമ്പോൾ, ജീവനും കയ്യിൽ പിടിച്ചുകൊണ്ട് ഓടുമ്പോൾ, നമ്മളെല്ലാം ചെയ്യേണ്ടത് രാഷ്ട്രീയം മാറ്റിവെച്ച് ഒറ്റക്കെട്ടായി ഒരുമയോടെ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഞാൻ മനസ്സിലാക്കുന്നത് മാധ്യമങ്ങളും പ്രതിപക്ഷവും ഒക്കെ ഒരു 6 മാസത്തേക്ക് എങ്ങനെയാകും ഈ വി.ഡി. സതീശന്റെ ഒരു സർക്കാർ എന്ന് നോക്കിയ ശേഷം വിമർശിക്കേണ്ടതുണ്ടെങ്കിൽ വിമർശിക്കാം എന്നോർത്ത് മാറി നിന്നവരാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ തുടക്കം മുതൽ തന്നെയുള്ള ഈ വി.ഡി. സതീശൻ സർക്കാരിന്റെ മലക്കം മറച്ചിലും ജനദ്രോഹ നയങ്ങളും ഒക്കെ കണ്ടപ്പോൾ സ്വാഭാവികമായും ഈ പ്രതിപക്ഷവും മാധ്യമങ്ങളും ഒക്കെ പ്രതികരിച്ചു പോവുകയാണ്. ഞാനും സത്യത്തിൽ ഒരു 6 മാസം നോക്കിയിട്ട് എങ്ങനെയുണ്ട് പ്രവർത്തനം എന്നൊക്കെ നോക്കിയിട്ട് വിലയിരുത്താം എന്ന് ഓർത്തിരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഇതിപ്പോ നമ്മളെ കൊണ്ടൊക്കെ പോലും ഈ വിമർശിക്കാൻ വേണ്ടി നമ്മളെ വല്ലാതെ അത്തരത്തിൽ ഒരു അവസ്ഥയിലേക്ക് തള്ളിവിടുന്ന അവസ്ഥയാണ് വി.ഡി. സതീശൻ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. നോക്കൂ, രമേശ് ചെന്നിത്തല തൂഫാൻ എന്ന് പറയുന്ന ഒരു പദ്ധതി കൊണ്ടുവന്നു. അങ്ങനെ നല്ല നല്ല പദ്ധതികൾ കൊണ്ടുവരുമ്പോഴൊക്കെ നമ്മൾ വലിയ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് സത്യത്തിൽ കേരളത്തെ തന്നെ തൂഫാനാക്കുന്ന രീതിയിലേക്കാണ് ഈ വി.ഡി. സതീശൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്നതല്ല. നോക്കൂ, ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ താങ്കൾക്ക് ഈ നാടിനോട് ഒരുപാട് പ്രതിബദ്ധത അത് കാണിക്കേണ്ടതുണ്ട്. അത് കാണിക്കണം. എന്ത് വിഷയത്തിലും ന്യായീകരിക്കലും കുറെ ക്യാപ്സ്യൂൾ ഇറക്കലും അല്ല ഒരു മുഖ്യമന്ത്രിയുടെ പണിയെന്ന് ഇനിയെങ്കിലും വി.ഡി. സതീശൻ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു ഇതുവരെ മന്ത്രിയായിട്ടില്ലാത്ത ഒരാൾ മുഖ്യമന്ത്രിയാകുമ്പോൾ അത് നാടിന് ഏതൊക്കെ രീതിയിൽ ഒരു പ്രതിസന്ധിയായിട്ട് വരും എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുകയാണ്. എന്തായാലും ഇവരുടെ മന്ത്രിസഭയിലും ഇവരുടെ സർക്കാരിലും പാർട്ടിയിലൊക്കെ കുറച്ചുകൂടിയുമൊക്കെ കാര്യപ്രാപ്തിയുള്ള ദീർഘവീക്ഷണമൊക്കെയുള്ള നിരവധി ആളുകൾ ഉണ്ടാകില്ല എന്ന് ഞാൻ ചോദിച്ചു പോവുകയാണ്. സത്യത്തിൽ ഇദ്ദേഹത്തിന് ഈ പണി പറ്റുന്നില്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചിട്ട് ഈ പണി നന്നായിട്ട് അറിയാവുന്ന ആർക്കെങ്കിലും കൊടുക്കണം. കോൺഗ്രസ് അത്തരത്തിൽ ഒരുപാട് നിരവധി ക്വാളിറ്റിയുള്ള അല്ലെങ്കിൽ നിരവധി കാര്യങ്ങൾ കാര്യക്ഷമതയോടെ ചെയ്യാൻ കഴിയുന്ന ഒരുപാട് ആളുകളുണ്ടെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അങ്ങനെ ഒരു ആൾക്ക് അത് കൊടുക്കുക. വാശി പിടിച്ചിട്ടാണെങ്കിലും പിടിവാശി പിടിച്ചിട്ടാണെങ്കിലും അങ്ങ് ഈ പറയുന്ന മുഖ്യമന്ത്രി കസേര ഉണ്ടാക്കിയെടുത്തല്ലോ, ആ കസേരയിൽ ഇരുന്നിട്ട് ഈ പറയുന്നത് പോലെ ഒരു മികച്ച മുഖ്യമന്ത്രി എന്ന് പറയിപ്പിക്കാൻ ഈ സമയം വരെ അങ്ങേക്ക് കഴിഞ്ഞില്ലല്ലോ. അതിൽ നിന്ന് താങ്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ കസേരയിൽ ഇരിക്കാൻ താങ്കൾ യോഗ്യനല്ല എന്നുള്ള കാര്യം ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നിട്ട് ആ കസേരയിൽ ഇരിക്കാൻ യോഗ്യരായിട്ടുള്ള ആരെങ്കിലുമൊക്കെ അതിൽ ഇരുത്തുക. എനിക്ക് തോന്നുന്നു ഇതിനേക്കാളും ഭേദം രമേശ് ചെന്നിത്തലയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ ആരെങ്കിലും കൊണ്ടുപോയി ഇരുത്തുക. ഇനിയും താങ്കൾ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാനാണ് പ്ലാനെങ്കിൽ സ്വാഭാവികമായും ജനങ്ങളും പ്രതിസന്ധിയിലാകും, താങ്കളുടെ പാർട്ടിയും പ്രതിസന്ധിയിലാകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമൊന്നുമില്ല. എന്തായാലും ഇതൊരു മധുവിധ കാലമൊക്കെ പോലെ ഈ പ്രളയ സമയത്തൊക്കെ താങ്കൾ ഇപ്പോൾ ഈ കാണിച്ചു കൂട്ടുന്ന കാട്ടിക്കൂട്ടലുകൾ സത്യത്തിൽ അത് നല്ലതാണോ അല്ലയോ എന്നൊക്കെ എന്തായാലും മുഖ്യമന്ത്രി തന്നെ ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്. പ്രതിപക്ഷ നേതാവ് ആയിട്ടുള്ള പിണറായി വിജയനാണോ ഇപ്പോഴും മുഖ്യമന്ത്രി എന്നാണ് പലർക്കും സംശയം തോന്നിപ്പോകുന്നത്. കാരണം അദ്ദേഹത്തിന്റെ പ്രവർത്തികളൊക്കെ ആ രീതിയിലാണ്. പ്രതിപക്ഷ നേതാവായിരുന്ന വി.ഡി. സതീശൻ ഇപ്പോഴും മുഖ്യമന്ത്രിയാകാനുള്ള അല്ലെങ്കിൽ മുഖ്യമന്ത്രി എന്ന് പറയുന്ന അതിലേക്ക് പരകായ പ്രവേശനം നടത്താൻ ഇപ്പോഴും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും ഇനിയും കുറെ സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു. വി.ഡി. സതീശൻ ഒരു മുഖ്യമന്ത്രി എന്നല്ല, ഒരു സാധാ മന്ത്രിയെങ്കിലും ആകാൻ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.